ഒത്തുതീർപ്പിന് ഫോർമുല മുന്നോട്ട് വെച്ചെങ്കിലും യുഎസിന്റെയും ഇസ്രയേലിന്റെയും കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇറാന്റെ ആക്രമണം ശക്തമായി തുടരുകയാണ്. വ്യാഴാഴ്ച രാവിലെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് നിരവധി ഡ്രോണുകൾ ആക്രമണം നടത്തിയതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആക്രമണത്തിൽ വിമാനത്താവളത്തിലെ ചില സൗകര്യങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചെങ്കിലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് DGCAയുടെ ഔദ്യോഗിക വക്താവ് അബ്ദുള്ള അൽ രാജ്ഹി കുവൈറ്റ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു. നിലവിലെ പ്രതിസന്ധി ആരംഭിച്ചതിനു ശേഷം പ്രാബല്യത്തിലുള്ള അടിയന്തര പ്രവർത്തന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് സംഭവത്തെ കൈകാര്യം ചെയ്തതെന്നും രാജ്യത്തെ ബന്ധപ്പെട്ട അധികാരികളുമായി പൂർണ്ണ ഏകോപനത്തോടെയാണ് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റിലെ സിവിൽ വ്യോമയാനത്തിന്റെ സുരക്ഷയും വിമാനത്താവള പ്രവർത്തനങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിനായി ആവശ്യമായ എല്ലാ നടപടികളും തുടർന്നും സ്വീകരിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. രണ്ടാഴ്ചയായി തുടരുന്ന അതിശക്തമായ വ്യോമാക്രമണങ്ങൾ ഒരു ഭരണകൂടത്തെ തന്നെ തകർക്കാൻ പാകത്തിലുള്ളതായിരുന്നു. എന്നാൽ ഇത്രയേറെ ആഘാതങ്ങൾ ഏറ്റിട്ടും ഇറാന്റെ ഭരണ സംവിധാനം തകർച്ചയുടെ വക്കിൽ എത്തിയിട്ടില്ലെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പോലും പുറത്തുവിട്ടിരിക്കുന്നത്. ശത്രുപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇറാന്റെ അധികാരഘടന ഇപ്പോഴും സുരക്ഷിതമായി തുടരുന്നുവെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കേവലം സൈനികമായ തിരിച്ചടികൾക്കപ്പുറം രാജ്യത്തെ ജനങ്ങൾക്കിടയിലുള്ള നിയന്ത്രണം നിലനിർത്താനും ആഭ്യന്തര ക്രമസമാധാനം ഉറപ്പാക്കാനും ഇറാനിയൻ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾ കൂടുമ്പോഴും തകരാത്ത ഇറാന്റെ ഈ ആഭ്യന്തര കെട്ടുറപ്പ് പെന്റഗണിനെ പോലും പുനർചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നു. മിസൈൽ മഴയിൽ ഇറാന്റെ നട്ടെല്ല് തകരുമെന്ന് കരുതിയവർക്ക് മുന്നിൽ കരുത്തുറ്റ ഭരണ സംവിധാനവുമായി അവർ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നു. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാൻ എന്ന പേർഷ്യൻ കരുത്ത് എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയതാണെന്ന് ഈ പ്രതിസന്ധി ഘട്ടം തെളിയിക്കുന്നു. നൂതന യുദ്ധതന്ത്രങ്ങളും ചാരക്കണ്ണുകളും പരാജയപ്പെടുന്നിടത്ത് തങ്ങളുടെ രാഷ്ട്രീയ ബോധ്യങ്ങളിലും ഭരണ സംവിധാനങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ അതിജീവനം ലോകശക്തികളെ പോലും അതിശയിപ്പിക്കുകയാണ്. തകർക്കാൻ വരുന്നവർക്ക് മുന്നിൽ പതറാതെ നിൽക്കുന്ന ഈ പേർഷ്യൻ റെസിസ്റ്റൻസ് വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭാവി തന്നെ മാറ്റി എഴുതിയേക്കാം. ഈ വിലയിരുത്തലുകൾ അടുത്തിടെ തയ്യാറാക്കിയ വിവിധ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ആക്രമണങ്ങൾ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലും ഇറാനിലെ ഭരണ സംവിധാനങ്ങൾ തകരുകയോ ഭരണകൂടം ഉടൻ പതിക്കുകയോ ചെയ്യുമെന്ന സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നില്ലെന്നാണ് അവ പറയുന്നത്. അതേസമയം രാജ്യത്തെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ സങ്കീർണമാണെന്നും ഭാവിയിൽ അവയിൽ മാറ്റങ്ങൾ സംഭവിക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായ അലി ഖമേനി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ ഇറാനിലെ മതനേതൃത്വവും രാഷ്ട്രീയ സംവിധാനവും പൂർണ്ണമായും തകർന്നില്ലെന്നാണ് പുതിയ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനിലെ പ്രധാന സൈനിക ശക്തികളിൽ ഒന്നായ IRGC എന്ന വിഭാഗത്തിലെ ഇടക്കാല നേതാക്കൾ അധികാരം കൈകാര്യം ചെയ്യുകയും രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിനിടെ ഇറാനിലെ മതനേതാക്കൾ അടങ്ങുന്ന സുപ്രധാന കൗൺസിലായ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് പുതിയ പരമോന്നത നേതാവിനെ പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമാണ്. ഈ കൗൺസിൽ മജ്തബ ഖമേനിയെ പുതിയ നേതാവായി പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിലൂടെ ഭരണകൂടത്തിന്റെ തുടർച്ച ഉറപ്പാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഭരണകൂടത്തിന്റെ മേൽനോട്ടം കൈകാര്യം ചെയ്യുന്ന മതരാഷ്ട്രീയ ഘടനകൾ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണെന്നതും ഈ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ യുദ്ധലക്ഷ്യങ്ങളെക്കുറിച്ചും വലിയ ചർച്ചകൾ ഉയർന്നിട്ടുണ്ട്. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ ജനങ്ങളോട് തങ്ങളുടെ സർക്കാർ ഏറ്റെടുക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇറാനിലെ ഭരണകൂടത്തെ പുറത്താക്കുക എന്നതല്ല ഈ സൈനിക നടപടിയുടെ ലക്ഷ്യമെന്ന് അമേരിക്കൻ ഭരണകൂടത്തിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. യുദ്ധത്തിന്റെ അന്തിമ ലക്ഷ്യം എന്താണെന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ വിശദീകരണം ലഭിച്ചിട്ടില്ല എന്നതാണ് നിരീക്ഷകരുടെ അഭിപ്രായം. ഇതിനിടെ ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യം സംബന്ധിച്ചും പലവിധ വിലയിരുത്തലുകൾ പുറത്തുവരുന്നു. ഇതിനോടൊപ്പം ഇറാനിലെ കുർദിഷ് പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ശ്രദ്ധ നേടുന്നുണ്ട്. ഇറാന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില കുർദിഷ് സംഘടനകൾ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള സാധ്യതയെക്കുറിച്ച്
ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ ഭരണകൂടം ഉടൻ തകരുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. രാഷ്ട്രീയവും സൈനികവുമായ ഘടനകൾ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണെന്നും രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ നിയന്ത്രണം കൈവശം വെച്ചിരിക്കുന്നുവെന്നുമാണ് വിവിധ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളിലും പ്രാദേശിക സുരക്ഷാ സമവാക്യങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാമെന്ന മുന്നറിയിപ്പും വിദഗ്ധർ നൽകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇറാന്റെ ഏറ്റവും മാരകമായ ആയുധങ്ങളിലൊന്നായ ഷാഹദ് 136 ഡ്രോണുകളുടെ ഉൽപാദനം അമേരിക്കൻ ഇസ്രയേൽ വ്യോമാക്രമണങ്ങളെ തുടർന്ന് കുറഞ്ഞതായി അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ ആക്രമണങ്ങൾക്കിടയിലും ഉൽപാദനം പൂർണ്ണമായും നിർത്താൻ ഇറാന് കഴിയില്ലെന്നാണ് സൂചന. ലളിതമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ ഡ്രോണുകൾ ചെറിയ വർക്ക്ഷോപ്പുകളിൽ പോലും നിർമ്മിക്കാൻ സാധിക്കുമെന്നതാണ് ഇറാന് അനുകൂലമായ ഘടകം. ഇതിനോടകം 2000-ലധികം ഷാഹദ് ഡ്രോണുകൾ ഇറാൻ യുദ്ധത്തിൽ ഉപയോഗിച്ചതായാണ് കണക്കാക്കുന്നത്. ഗൾഫ് മേഖലയിലെ എണ്ണ കേന്ദ്രങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും നേരെ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ഈ ഡ്രോണുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വേഗത കുറഞ്ഞതാണെങ്കിലും വലിയ തോതിൽ ഒന്നിച്ച് വിക്ഷേപിക്കുന്നത് പ്രതിരോധ സംവിധാനങ്ങളെ തകിടം മറിക്കാൻ സഹായിക്കുന്നു. അമേരിക്കൻ നിർമ്മിത പ്രതിരോധ മിസൈലുകളേക്കാൾ ചിലവ് കുറഞ്ഞതാണ് ഈ ഡ്രോണുകൾ എന്നത് ഇറാന്റെ തന്ത്രപരമായ മേൽക്കൈ ഉറപ്പാക്കുന്നു. ഡ്രോൺ ഉൽപാദന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ അമേരിക്ക പ്രധാനമായും ആക്രമണം നടത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആയുധ ശേഖരം തകർക്കുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് പല നിർമ്മാണ കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടത്. എങ്കിലും വികേന്ദ്രീകൃതമായ രീതിയിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നത് തുടരാൻ ഇറാന് സാധിക്കുന്നുണ്ട്. ഫൈബർ ഗ്ലാസ് ബോഡിയും ലളിതമായ മോട്ടോറുകളും ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഫാക്ടറികളുടെ അഭാവത്തിലും ഇവയുടെ നിർമ്മാണം സാധ്യമാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദനം ഏതാണ്ട് നിലച്ച മട്ടാണെങ്കിലും ഡ്രോൺ രംഗത്ത് അവർ ഇപ്പോഴും സജീവമാണ്. ഹോർമുസ് കടലിടുക്കിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെയും ഷാഹദ് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തായ്ലൻഡ്, ലൈബീരിയൻ കപ്പലുകൾക്ക് നേരെ ഇത്തരം ഡ്രോണുകൾ പ്രയോഗിച്ചതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് സ്ഥിരീകരിച്ചിരുന്നു. ദുബായ് വിമാനത്താവളത്തിന് സമീപവും ഡ്രോൺ ആക്രമണം ഉണ്ടായത് വ്യോമഗതാഗതത്തെ ബാധിച്ചു. ഇറാന്റെ പക്കൽ ഇനിയും വലിയ തോതിൽ ഡ്രോണുകൾ സ്റ്റോക്ക് ഉണ്ടെന്നാണ് യൂറോപ്യൻ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. പശ്ചിമേഷ്യയിലെ യുദ്ധം കടുക്കുന്ന സാഹചര്യത്തിൽ ഡ്രോൺ സാങ്കേതിക വിദ്യ വലിയൊരു ആയുധമാക്കാനാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനങ്ങളെ ഈ ഡ്രോണുകൾ വലിയ രീതിയിൽ പരീക്ഷിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ ചെലവ് കുറയ്ക്കാനും അതേസമയം വലിയ നാശനഷ്ടങ്ങൾ വരുത്താനും ഡ്രോണുകൾ സഹായിക്കുന്നു. ഇറാന്റെ മിസൈൽ ശേഖരത്തിൽ ഭൂരിഭാഗവും ഇതിനോടകം ഉപയോഗിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ തകർക്കപ്പെട്ടു. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നുണ്ടെങ്കിലും ഡ്രോണുകളുടെ ബാഹുല്യം വെല്ലുവിളിയായി തുടരുന്നു. ലോകമെമ്പാടുമുള്ള ചരക്ക് നീക്കത്തെയും എണ്ണ വിതരണത്തെയും ഈ ഡ്രോൺ ആക്രമണങ്ങൾ ബാധിച്ചിട്ടുണ്ട്. ഡ്രോൺ നിർമ്മാണത്തിന് ആവശ്യമായ ചെറിയ ഭാഗങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കുന്നത് തടയാൻ അമേരിക്ക ഉപരോധങ്ങൾ കർശനമാക്കി. എങ്കിലും രഹസ്യപാതകളിലൂടെ ഇവ എത്തിക്കാൻ ഇറാന് സാധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാന്റെ സൈനിക ശേഷിയെ തളർത്താൻ അമേരിക്കൻ വ്യോമസേന കൂടുതൽ ശക്തമായ നീക്കങ്ങൾ നടത്തിയേക്കുമെന്നാണ് സൂചന.